ഒന്നുമല്ലാതിരുന്ന മീര ജാസ്മിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ലോഹിതദാസാണ്, തൻ്റെ സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ. ആദ്യ ചിത്രത്തിൽ തന്നെ മീര ജാസ്മിൻ കഴിവ് തെളിയിച്ചു. പിന്നീട് മീര ജാസ്മിൻ ലോഹിതദാസിൻ്റെ ചിത്രങ്ങളിലെ സ്ഥിര സാന്നിധ്യമായി മാറി. കണ്ണു തുറക്കുന്ന വേഗത്തിലായിരുന്നു മീര ജാസ്മിൻ്റെ വളർച്ച. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ അവരെത്തി. ലോഹിതദാസ് ആകട്ടെ മീര ജാസ്മിനെ വളർത്തിവിട്ടതിൽ അഭിമാനിക്കുകയും ചെയ്തു. ലോഹിതദാസും മീര ജാസ്മിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലവിധത്തിലുള്ള കഥകൾ അക്കാലത്ത് പരന്നു. അത് ഇരുവരും നിഷേധിക്കാനും പോയില്ല. മീരയുടെ വീട്ടുകാർ ലോഹിതദാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു. വീട്ടുകാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മീരയും രംഗത്ത് വന്നു. അങ്ങനെ കുറേ വിവാദങ്ങൾ ഉണ്ടായി. എന്നാൽ വളർന്നു പന്തലിച്ചപ്പോൾ മീര ജാസ്മിൻ ലോഹിതദാസിനെ ചതിച്ചു. ആ ചതിയുടെ പച്ചയായ കഥയാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത്. കഥയല്ല, സംഭവം. ലോഹിതദാസ് ചക്രം എന്ന സിനിമ മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ മോഹൻലാൽ അവസാന സമയത്ത് ആ സിനിമയിൽ നിന്ന് പിന്മാറി. ലോഹിതദാസ് ആ സിനിമ പൃഥ്വിരാജിനെ വെച്ച് ചെയ്തു. അത് അദ്ദേഹത്തിന് തിരിച്ചടിയായി. ചക്രം 8 നിലയിൽ പൊട്ടി. അതിനുശേഷം ലോഹിതദാസ് ശക്തമായ തിരിച്ചുവരവിന് ശ്രമിച്ചു. ആ തിരിച്ചുവരവായിരുന്നു കസ്തൂരിമാൻ എന്ന സിനിമ. മീര ജാസ്മിനും കുഞ്ചാക്കോ ബോബനും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആ ചിത്രം ക്ലാസിക് ചിത്രമായിരുന്നു. മീര ജാസ്മിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേടിക്കൊടുത്തു ആ ചിത്രം. കസ്തൂരിമാനിന് ശേഷം മീര ജാസ്മിനും ലോഹിതദാസും ആ ചിത്രം തമിഴിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. മീര ജാസ്മിൻ പണം മുടക്കും, ലോഹിതദാസ് സൈലന്റ് പാർട്ണർ. അതിനിടയിൽ ലോഹിതദാസിന് സാമ്പത്തികമായി തകർച്ച വന്നു. അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളും പരാജയപ്പെട്ടു. നിവേദ്യമടക്കമുള്ള ചിത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു. മാത്രമല്ല, മോഹൻലാലും മമ്മൂട്ടിയും പുതിയ തിരക്കഥാകൃത്തുക്കൾക്ക് ഡേറ്റ് നൽകി തുടങ്ങി. ലോഹിതദാസിനെ അവർ തഴഞ്ഞു. ഒരു കാലത്ത് അവർക്ക് ഒരുപാട് സിനിമകൾ സമ്മാനിച്ച ലോഹിതദാസിനെ അവർ ഇരുവരും കൈയൊഴിഞ്ഞത് ലോഹിതദാസിന് തിരിച്ചടിയായി മാറി. അദ്ദേഹത്തിന് ഹൃദ്രോഗവും ബാധിച്ചു. എന്തായാലും കസ്തൂരിമാൻ തമിഴിലും വലിയ വിജയമാകുമെന്നും അതിലൂടെ തൻ്റെ സാമ്പത്തിക നഷ്ടങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നും ലോഹിതദാസ് പ്രതീക്ഷിച്ചു. കസ്തൂരിമാൻ തമിഴിലെടുത്തപ്പോൾ മീര ജാസ്മിൻ നായിക, പ്രസന്ന നായകൻ. കുഞ്ചാക്കോ ബോബന് പകരം പ്രസന്ന നായകനായി മാറി. കസ്തൂരിമാൻ തമിഴിൽ വലിയ പരാജയമായി മാറി. അതിന് കാരണമുണ്ടായിരുന്നു. ആ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തമിഴ്നാട്ടിൽ മഴക്കാലമായി. ഷൂട്ടിംഗ് നടത്താൻ പറ്റാത്ത അത്ര മഴ. സെറ്റുകൾ മഴയിൽ തകർന്ന് തരിപ്പണമായി. അങ്ങനെ വൻപിച്ച നഷ്ടം ആ ചിത്രത്തിന് ഉണ്ടായി. മീര ജാസ്മിനായിരുന്നു ആ ചിത്രത്തിന് പണം മുടക്കിയത്. ചിത്രം പരാജയപ്പെട്ടപ്പോൾ താൻ മുടക്കിയ പണം തിരിച്ചു കിട്ടണമെന്ന് മീര ജാസ്മിൻ ലോഹിതദാസിനോട് പറഞ്ഞു. ലോഹിയെ സംബന്ധിച്ചിടത്തോളം അത് ആഴത്തിലേൽപ്പിച്ച മുറിവായിരുന്നു. ഒന്നുമല്ലാതിരുന്ന മീര ജാസ്മിനെ നടിയാക്കി മാറ്റി, സൂപ്പർ നടിയാക്കി മാറ്റി. പക്ഷേ ഒരാപത്ഘട്ടം വന്നപ്പോൾ തനിക്ക് വേണ്ടി മുടക്കിയ പൈസ മീര ജാസ്മിൻ തിരിച്ചു ചോദിച്ചു. ലോഹിതദാസിൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസയില്ലായിരുന്നു. മീര ജാസ്മിൻ ലോഹിതദാസിനെ ചെന്നൈയിലെ ഹോട്ടൽ മുറിയിൽ അടച്ചിട്ടു. ഗുണ്ടകളെ കൊണ്ട് വിരട്ടി. ലോഹിതദാസ് തൻ്റെ സ്വത്ത് മീര ജാസ്മിന് എഴുതി കൊടുത്തു. അങ്ങനെയാണ് ലോഹിതദാസിനെ മീര ജാസ്മിൻ വിട്ടത്. ഈ ആഘാതം ലോഹിതദാസിനെ വല്ലാതെ ബാധിച്ചിരുന്നു. പിന്നീട് ലോഹിതദാസിൻ്റെ സിനിമകളൊക്കെ തകർന്ന് തരിപ്പണമായി മാറി. പുതിയ പ്രോജക്റ്റുകളുമായി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒക്കെ അദ്ദേഹം സമീപിച്ചു. പക്ഷേ അവരൊക്കെ അദ്ദേഹത്തെ മറന്നു കളഞ്ഞു. പുതിയ തലമുറയിലെ താരങ്ങൾക്ക് ലോഹിതദാസ് എന്ന തിരക്കഥാകൃത്തിനെ തിരിച്ചറിയാനുള്ള ഭാഗ്യവും ഉണ്ടായില്ല, അല്ലെങ്കിൽ അവസരവും ഉണ്ടായില്ല.
മീര ജാസ്മിനിൽ നിന്നേറ്റ കൊടും ചതി ലോഹിതദാസിനെ ഏറെ തകർത്തു എന്നതാണ് സത്യം. മീര ജാസ്മിനിൽ നിന്ന് ലോഹിതദാസ് ഇത് പ്രതീക്ഷിച്ചില്ല. ഒന്ന് തളർന്നു പോയപ്പോൾ മീര ജാസ്മിനും കൈയൊഴിഞ്ഞു. അതാണ് ലോഹിതദാസിനെ ഏറെ വിഷമിപ്പിച്ചത്. ലോഹിതദാസിൻ്റെ അന്ത്യം പെട്ടെന്നായിരുന്നു. ഹൃദ്രോഗം ചികിത്സിക്കാതെ കൊണ്ടു നടന്നു. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ചികിത്സിക്കാത്തത്. ഹൃദ്രോഗം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തപ്പോൾ മലയാള സിനിമയിലെ എല്ലാവരും വന്നു ലോഹിതദാസിനെ വാനോളം പുകഴ്ത്തി. ലോഹിതദാസിൻ്റെ മാസ്മരികതയെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഒരപകട സമയം വന്നപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ലോഹിതദാസിനെ സഹായിക്കാൻ ഇല്ലായിരുന്നു. മമ്മൂട്ടിയോ മോഹൻലാലോ ഡേറ്റ് കൊടുത്തിരുന്നെങ്കിൽ ലോഹിതദാസിന് ഇത്രയും ഗതികേട് വരില്ലായിരുന്നു. ആ ഒറ്റ ഡേറ്റ് കൊണ്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. കസ്തൂരിമാൻ തമിഴിലെടുക്കാൻ നിർബന്ധിച്ചത് മീര ജാസ്മിനാണ്. പണം മുടക്കിയതും മീര ജാസ്മിൻ. പക്ഷേ അവസാനം നഷ്ടത്തിലായപ്പോൾ താൻ മുടക്കിയ പണം തിരിച്ചു വേണമെന്ന് മീര ജാസ്മിൻ ആവശ്യപ്പെട്ടു. ലോഹിതദാസിന് വഴങ്ങേണ്ടി വന്നു. ഗുണ്ടകളുടെ സാന്നിധ്യത്താൽ ലോഹിതദാസിൻ്റെ സ്വത്ത് മീര ജാസ്മിൻ എഴുതി വാങ്ങി. അത്ര ക്രൂരതയാണ് മീര ജാസ്മിൻ ലോഹിതദാസിനോട് കാണിച്ചത്. ഈ ക്രൂരത സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും അറിയാം. ലോഹിതദാസ് ക്ലാസിക് തിരക്കഥാകൃത്തായിരുന്നു. നന്നായി തിരക്കഥ എഴുതുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കഥകളുടെ അനന്തമായ സാഗരം തന്നെ ഉണ്ടായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ അവിസ്മരണീയമായ കഥകളുമായി അദ്ദേഹം എത്തുമായിരുന്നു. ലോഹിതദാസ് സിബി മലയിൽ ടീം ഒരു കാലത്ത് ശക്തമായൊരു ടീമായിരുന്നു. എന്നാൽ പിന്നീട് ലോഹിതദാസ് സ്വന്തമായി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. അവിടെയാണ് ലോഹിതദാസിന് തിരിച്ചടി കിട്ടിയത്. സ്വന്തമായി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ വ്യത്യസ്തമായ സിനിമകൾ എടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആ വ്യത്യസ്തതകൾക്കനുസരിച്ച് സൂപ്പർ താരങ്ങൾക്ക് അഭിനയിക്കാനും കഴിഞ്ഞില്ല. ചക്രം എന്ന സിനിമയിൽ മോഹൻലാൽ സഹകരിക്കാത്തത് ലോഹിതദാസിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. മോഹൻലാൽ സഹകരിച്ചിരുന്നെങ്കിൽ ആ ചിത്രം നല്ല വിജയം നേടുമായിരുന്നു. മോഹൻലാലിന് പകരം പൃഥ്വിരാജാണ് ആ വേഷം ചെയ്തത്. അന്നത്തെ കാലത്ത് പൃഥ്വിരാജിനെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത വേഷമായിരുന്നു അത്. എല്ലാം കൊണ്ടും ദുരന്ത നായകനാണ് ലോഹിതദാസ്. കിരീടവും തനിയാവർത്തനവും ഭരതവും ഹിസ് അബ്ദുള്ളയും മൃഗയെയും അടക്കമുള്ള എത്രയോ ചിത്രങ്ങൾ അദ്ദേഹം എഴുതി. സിനിമയിലൂടെ സമ്പാദിച്ച പണം സിനിമയിലൂടെ തന്നെ നഷ്ടപ്പെടുത്തി. അല്ലെങ്കിൽ താൻ വളർത്തിക്കൊണ്ടുവന്ന നടി തന്നിൽ നിന്ന് തട്ടിയെടുത്തു ആ പണം. അവർക്ക് നഷ്ടമായ പണം അവർ ഈടാക്കി ലോഹിതദാസിൽ നിന്ന്. അതാണ് ലോഹിതദാസിനെ തകർച്ചയിലേക്ക് നയിച്ചതും അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമായി മാറിയതും.